കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം കവാടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പരിഹാസ ശരങ്ങൾ ചൊരിഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബാനറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമില്ലാതിരുന്നതും ഒപ്പം പ്രസംഗിച്ചവരെല്ലാം ക്രെഡിറ്റ് ഏറ്റെടുത്തതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. മന്ത്രിക്ക് മുമ്പ് സംസാരിച്ച UDF-ലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യും ഫ്രാൻസിസ് ജോർജ് MP-യും LDF-ലെ ജോസ് കെ മാണി MP-യും റെയിൽവേ വികസനത്തിന് തങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 3 പേരും മുൻ MP തോമസ് ചാഴിക്കാടന്റെ പങ്കും എടുത്തു പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ കേന്ദ്രമന്ത്രിയെയോ പേരെടുത്ത് പറഞ്ഞില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അക്കാര്യം നടന്നിരിക്കും. തന്നെ പോലുള്ളവർ പിറകെ നടക്കേണ്ട കാര്യമില്ല. എങ്കിലും താൻ മുന്നിൽ വന്ന് നിൽക്കും അതിന്റെ ക്രെഡിറ്റ് നേടാൻ. അതാണല്ലോ രാഷ്ട്രീയം. റെയിൽവേ ഗേറ്റുകൾ നിർബന്ധിതമായി നിർത്തലാക്കി പാലങ്ങൾ കൊണ്ടുവരികയാണ്. അന്നും താൻ വന്ന് നിൽക്കും. ഇത് താനാണ് ചെയ്തതെന്ന് പറഞ്ഞ് രാജഗോപാൽ മന്ത്രിയായിരിക്കെയാണ് ഇരട്ടപ്പാത തുടങ്ങി വെച്ചത്. അത് പൂർത്തിയായപ്പോൾ താൻ വന്നു നിന്ന് പറഞ്ഞു ഇതെന്റെ നേട്ടമാണെന്ന്. തനിക്ക് പറയാതിരിക്കാനാവില്ല. താൻ രാഷ്ട്രീയക്കാരനാണ്. മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതാണ് കോട്ടയം കോച്ചിംഗ് ടെർമിനലാകുമെന്നത്. താൻ അതിന്റെ മുന്നിൽ വന്നില്ല. കാരണം അത് നടപ്പായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോഡി ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നടന്നിരിക്കും. അതിന്റെ പുറകെ എന്നെ പോലെയുള്ളവർ നടക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ വന്ന് നിൽക്കുക അതിന്റെ ക്രെഡിറ്റ് നേടാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുക. അതാണല്ലോ രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മാത്രമല്ല ഇനി വരാൻ പോകുന്നത് 11 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ പല രീതിയിലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നിൽക്കുക അതിന്റെ മുമ്പിൽ ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ റെയിൽവേ ഗേറ്റുകളില്ലേ അതെല്ലാം സമയബന്ധിതമായിട്ട് നിർത്തലാക്കിയിട്ട് പാലം പണിയാൻ പോവുക. അന്ന് ഞാൻ വരും. ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരും. 67 പാലങ്ങൾക്ക് വേണ്ടിയുള്ളത് ശ്രീ രാജഗോപാലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തില് സാങ്ഷൻ എടുത്തത്. അത് ഇന്നും പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കും. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഡബിളിംഗ് ഉണ്ടല്ലോ. ഡബിളിംഗ് രാജഗോപാൽ തുടങ്ങിയത് 2002 അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ. അത് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞു ഇതെന്റെ നേട്ടമാണോ? എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് ആദ്യം വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 10 വർഷമായി കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണന UDF-ഉം LDF-ഉം മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ചൊടിപ്പിച്ചത്. കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം സദസ്സിലുള്ളവർ കൈയടിച്ച് സ്വീകരിച്ചു. 25 ഏക്കർ സ്ഥലം തരികയാണെങ്കിൽ എന്തായി കോച്ചിംഗ് ടെർമിനൽ അറിയാമോ? നമ്മുടെ കൊച്ചുവേലിയില്ലേ സ്റ്റേഷൻ, തിരുവനന്തപുരത്ത് ആര് അനുവദിച്ചത്? രാജേട്ടന്റെ കാലത്ത് രാജേട്ടന്റെ കാലത്ത് ഞാൻ അതിന്റെ പുറകെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പാല് പോലെ നടക്കുന്ന സമയമാണ്. അദ്ദേഹം തെരഞ്ഞെടുത്തതാണ് കൊച്ചുവേളി ഒരു സ്റ്റേഷൻ. എന്താ പ്രയോജനം? അവിടെ നിന്ന് ട്രെയിനുകൾ തുടങ്ങാൻ സാധിക്കും. ഒരു മെയിൻ്റനൻസ് ഡിപ്പോയുമുണ്ട്. അതുകൊണ്ട് ഏറ്റുമാനൂര് മുതൽ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ പിറവൻ റോഡ് മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള പ്രദേശത്ത് അങ്ങനെ ആരെങ്കിലും തയ്യാറാണ് എങ്കിൽ ഈ കോച്ചിംഗ് ടെർമിനൽ വരും. മെയിൻ്റനൻസ് ഡിപ്പോ ഉണ്ടാകും. കോട്ടയത്ത് നിന്ന് ദീർഘദൂര ട്രെയിനുകൾ ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട. അത് നടപ്പിലാക്കും. മോഡി നടപ്പിലാക്കും. അന്നേരം നമുക്ക് വരാം അതിന്റെ പേരില് ഇത് ഞങ്ങള് നടപ്പിലാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വരാം. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.